ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കാൽവറിയിലെ കുരിശ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 33-ാം വാക്യം. തലയോടിലും എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവനെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു നായമ്പുകാരൻ കൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സഭയായി അങ്ങയുടെ വചനം വായിക്കുവാനും ചിന്തിക്കുവാനും തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവനെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. കാൽവറിയിലെ 3 ക്രൂശുകൾ ഇവിടെ നമ്മൾ കാണുകയാണ്. ഒരു ക്രൂശ് രക്ഷകന്റെ വീണ്ടെടുപ്പിനെയും, മറ്റൊന്ന് അനുദപിക്കുന്ന പാപിയെയും, മൂന്നാമത്തേത് രക്ഷയെ നിരസിച്ചുകൊണ്ട് രക്ഷകനെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതിനെ കാണിക്കുന്നു. സുവിശേഷം ഒരു വ്യക്തിക്ക് മറഞ്ഞിരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുന്നു. തൂക്കിലേറിയ കള്ളന്മാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദൂഷിച്ചു. മറ്റവൻ അവനെ ശാസിച്ചു. But the other rebuked him, saying, Do you not fear God, since you are under the same sentence of condemnation? സമശിക്ഷാവധിയിലായിരുന്നിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? തുടർന്ന് അവൻ പറയുന്നു, ജീസസ്, റിമെമ്പർ മീ വെൻ യു കം ഇൻ യുവർ കിങ്ഡം. അതിന് മറുപടിയായി യേശു പറയുന്നു, ട്രൂലി ഐ സേ ടു യു ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. പ്രിയമുള്ളവരെ, യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കുവാൻ എന്താണ് കാരണം? വേദപുസ്തകം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആദ്യമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 2-ാം വാക്യം. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരുടെ കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ എന്ന തിരുവെഴുത്തിന്റെ നിവൃത്തിയായിരുന്നു. 2 ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവരുടെ മധ്യേ അവൻ ജനിച്ചു. ലൂക്കോസ് 2:25. മൂന്നാമതായി 12-ാമത്തെ വയസ്സിൽ ബാലനായ യേശു ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരെ വിസ്മയിപ്പിക്കുമാറ് ഉത്തരം പറഞ്ഞു. ലൂക്കോസ് 2:46. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ലൂക്കോസ് 24:36. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. മത്തായി 18:20 എന്ന് അരുളി ചെയ്ത കർത്താവ് ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കുന്നവരുടെ മധ്യേ സന്നിഹിതനാണ്. 7 നിലവിളക്കുകളുടെ നടുവിലൂടെ അഥവാ സഭയുടെ നടുവിൽ യേശുവിനെ കാണാം. വെളിപ്പാട് 1:13. നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട് 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ആരാധ്യനായി നിൽക്കുന്നത് വെളിപാട് 5:6 നമുക്ക് കാണാം.
എവിടെയും നടുവിലായിരിക്കുന്ന ക്രിസ്തു കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടതും ദൈവത്തിൻ്റെ അനാദി നിർണയമാണ്. അവസാനമായി 2 കൊരിന്ത്യർ 5:18-19-20 ക്രിസ്തു ഏക മധ്യസ്ഥൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥൻ. ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ ശുശ്രൂഷയുടെ കേന്ദ്ര ബിന്ദു തൻ്റെ പ്രായശ്ചിത്ത മരണമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഒരു നൊയമ്പുകാരൻ കൂടെ കടന്നു പോകുമ്പോൾ നാം പറയേണ്ടത്, ജീസസ് റിമെമ്പർ മീ വെൻ യു കം ഇൻ ടു യുവർ കിങ്ഡം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹാ. കോടാകോടി തന്തൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. കോടാകോടി തന്തൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ ഇരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ.